ഈ തലനാരിഴക്കി രക്ഷപ്പെടാന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് നിങ്ങൾ കണ്ടു നോക്കട്ടാ. ഇത്രയും നേരം ഞങ്ങൾ ആ വെള്ളത്തിലാണായിരുന്നു. അവിടെ ആ വെള്ളത്തിൽ ആ മോട്ടറും പൈപ്പും ഇതൊക്കെ ശരിയാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇത്രയും സമയം ഈ ഒരു സാധനത്തിന് ഞങ്ങൾ കണ്ടില്ല. ജസ്റ്റ് ആ വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് കയറിയ സമയത്താണ് ആ റഷീദായിട്ട് കയറി ജസ്റ്റ് 2 മിനിറ്റ് കഴിഞ്ഞിട്ടില്ല, അതിനുള്ളിലാണ് ഞങ്ങൾ മുമ്പിൽ ഈ സാധനം വന്ന് പൊന്തിയിട്ടാണ്. ഭാഗ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സാധനത്തിനൊന്ന് കണ്ടു നോക്കുക നിങ്ങൾ. ഞാൻ ചാരും നമ്മുടെ ഫാമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചത്. ഇത് നമ്മളെ ഫാം തന്നെ ഉണ്ടാ, നമ്മളെ പാലക്കാടുള്ള നമ്മളെ ഫാമാണ്. അപ്പോൾ ഫാമിലുള്ള കാഴ്ചകളാണ്. ഞങ്ങളിവിടെ മീൻ വളർത്തുന്നുണ്ട്. ഇതുണ്ട്, ഇതിവിടെ വാളയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഈ ചാലുണ്ടാ, ഈ ചാലാണ് നമ്മൾ വരാൽ വളർത്തുന്നത്. ഇതിനപ്പുറത്ത് വേറൊരു കുളമുണ്ട്, അവിടെ വരാലുണ്ട്. എന്താ എൻ്റെ സുഖം, മുക്കിനെ പേടിപ്പിക്കണ്ടട്ടാ, പാവാണ്. വലിക്കാം അതിനെ കരക്ക് കയറ്റാൻ പറ്റില്ലടാ. അത് പോയാ അയ്യവാ. ഓക്കെ. ആ വെരി ഗുഡ്. നമ്മള് മോട്ടോർ സ്റ്റാർട്ട് ആക്കാൻ പോവാണ്. പിന്നെ അവിടെ സിദ്ദീഖുണ്ട്, നമ്മളെല്ലാരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ മെയിൻ അസറാണ്. ഇത് കുറെ കാലം മുന്നുള്ള ഇഞ്ചിനാട്ടാ. ഇഞ്ചിനെ ഞങ്ങളൊന്ന് കാണിച്ചു തരാം. പക്ഷേ ഇഞ്ചിൻ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇഞ്ചിൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇവിടുന്ന് കയറാനാണ് പാട്. ഇവിടുന്ന് കയറി വരാനേ കുറച്ച് നോക്കില്ല കേട്ടോ. ലോക്കൊക്കെ നോക്കിയാ ഇല്ല. ഇതിന്റെ പൊതയെ കൊടുക്കാൻ പിന്നെ അങ്ങനെ ശരിയാകും. അപ്പോൾ റഷി ഇഞ്ചിൻ റെഡിയാക്കുന്നുണ്ട്. എടാ ഓയിൽ ലീക്ക് ഉണ്ടോ? ഓയിൽ ലീക്ക് ഒന്നും ചില ഡീസൽ പോയതല്ലേ, ഡീസൽ ചെറിയ ലീക്ക് ഉണ്ടോ? കുറേ കാലം മുന്നുള്ള ഇഞ്ചിനാട്ടത്. ഇതുണ്ടോ, ഇതിപ്പോൾ ഏകദേശം ഒരു 10-30 വർഷങ്ങളും പഴക്കണ്ടാവും ഈ ഒരു സാധനം അല്ലേ സറോ? അതെ, കിടില സാധനമാണ്. ഒരൊറ്റ ഇതിൽ സ്റ്റാർട്ടായതാണ്. കാരണം കുറേ കാലമായിട്ട് ഈ സാധനം വെറുതെ ഇരിക്കുകയാണ്, ഉപയോഗിക്കാതെ. നമ്മളെ കമ്പനിക്കാരൻ്റെ വീട്ടിൽ ഇത് വെറുതെ ഇരിക്കുകയാണായിരുന്നു. അപ്പോൾ ഈ സാധനം ഞങ്ങളിപ്പോൾ ഒന്ന് ജസ്റ്റ് എടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ എന്താ വെച്ചാൽ അവനും പറഞ്ഞ് അവിടെ വെറുതെ ഇരിക്കുകയാണ്, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ കുറച്ച് പണിപ്പെട്ടു. അതായത് ഇതിൻ്റെ ഓയിലൊക്കെ മാറ്റി, പിന്നെ കുറേ പണികൾ എടുത്തില്ലേ. ഓയിൽ മാറ്റി, ഫുഡ് ബോൾ മാറ്റി, പൈപ്പ് കുറച്ച് നേരം സ്റ്റാർട്ടാക്കി വേണ്ടി 2-3 വട്ടം നോക്കി. പിന്നെ ഒരു അടിയിൽ പെട്ടെന്ന് സ്റ്റാർട്ടായേക്കും മോനെ കിടില സാധനം അല്ലേ സിദ്ധിയാ? വെള്ളം എടുത്ത് തള്ളി. സിദ്ധി ഇവിടെ നോക്കണമെന്ന് വെച്ചാൽ ഇത് ഇവിടെ എന്താ നോക്കണേ? നീണ്ടാ? അത് ശരി. അതെ, ഞങ്ങളെന്താ പറയുക, ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വെള്ളം അടിച്ചിട്ട് ഈ ചാലിക്ക് വെള്ളം ഒഴിവാക്കി വിടാട്ടാ. അപ്പോൾ എന്താ വെച്ചാൽ വെള്ളം അല്ലേ, ഇവിടെ ചാലായിട്ടുണ്ട്. ഈ ചാലിൽ വെള്ളം തട്ടിയിട്ട് ആ ചാലിലുള്ള മീനോട് നേരെ ഇങ്ങോട്ട് കയറി വന്നിരുന്നു. അപ്പോൾ സിദ്ധി അവിടെയുള്ള ആ മീനോടെ പിടിക്കാണ്. അസർ എന്താ പാട്? ഇനി ചായ കുടിക്കണം, വെള്ളം ഫുള്ള് വറ്റിക്കണം. യെസ്, അപ്പോൾ ഇനി അടുത്ത ചായ കുടിക്കുക, വെള്ളം വറ്റിക്കുക. ഞാൻ ചാരും നമ്മുടെ ഫാമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരും. ഇത് നമ്മളെ ഫാം തന്നെ ഉണ്ടാ, നമ്മളെ പാലക്കാടുള്ള നമ്മളെ ഫാമാണ്. അപ്പോൾ ഫാമിലുള്ള കാഴ്ചകളാണ്. ഞങ്ങളിവിടെ മീൻ വളർത്തുന്നുണ്ട്. ഇതുണ്ട്, ഇതിവിടെ വാളയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഈ ചാലുണ്ടാ, ഈ ചാലാണ് നമ്മൾ വരാൽ വളർത്തുന്നത്. ഇതിനപ്പുറത്ത് വേറൊരു കുളമുണ്ട്, അവിടെ വരാലുണ്ട്. പിന്നെ ഇതാ ഈ അവിടെ ഒരു ക്യാമറ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഈ പോയിന്റ് ഇതൊരു ക്യാമറയാണ്. ഇത് അങ്ങനെ അതിൻ്റെ അപ്പുറത്തൊരു കുളമുണ്ട്. അതിൽ ഏകദേശം എത്ര മീൻ ഉണ്ട് സറോ? അതിൽ 8500. 8500 വാളക്കുഞ്ഞുങ്ങൾ അതിലുണ്ട്. 8000 വാളയും 500 കട്ട്ലയും. അതെ, ഇതിലേതാണുള്ളത്? എത്ര പീസ് ഉണ്ട്? 13500 വാള. ഇതിൽ 13500 വാളയുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെയല്ലോ റഷീദ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളെ വാളയുടെ മറ്റൊരു കുളമാണിട്ടത്. റഷ്യ എന്താണ് ചങ്ങാടത്തിൽ തുഴഞ്ഞ വെള്ളം പരിപാടിയാ? റഷീദ് നമ്മളെ ചങ്ങാടത്തിൽ തുഴഞ്ഞിട്ട് ആണ്ടിറങ്ങി പോയി നോക്കട്ടെ. അതെ, വടി വേണോ? വടിയോ? തൊയാണ്ടാവല്ലോ എങ്ങനെയായാലും തുഴയാൻ വേണ്ടിയോ? റഷീദ് ഇതാ ചങ്ങാടം റെഡിയാക്കുന്നു. മറിയരുതിട്ടാ. അയ്യോ എന്നാ പഠിച്ചു. ഞാൻ അവിടെ പോയാ മറ്റേ ഫയർഫോഴ്സ് വിളിക്കേണ്ടി വരുമോ അവിടെ നിന്ന് വരാൻ? അതിൻ്റെ ഉള്ളിൽ ഫുള്ള് കൊറ്റികൾ കുടുങ്ങി കിടക്കാനുണ്ടാ. പക്ഷെ ഇതാ കൊറ്റികളെ ആട്ടാൻ വേണ്ടി പോവാണ്. കുറച്ച് പൊട്ടിച്ചോ, ആ തലപ്പ് പൊട്ടിച്ചാൽ മതി.
എടാ അവിടെ ഇരുന്നോ, 2 കാലം അവിടെ നിന്ന് പതുക്കെ കൈകൊണ്ട് തുഴഞ്ഞു നോക്കാം. അങ്ങനെയാണ് ചെക്കന്മാർ തുഴയില്. അവിടെ ഇരുന്നോ, അതിലിരുന്നോ. അപ്പൊ സമയം എടുക്കുമല്ലോ. അങ്ങോട്ട് പോയാൽ പോരാ, തിരിച്ചു തരണം. ഇതേ ആ മോളത്ത് കയറുമ്പോ പിടിച്ച് പോയേക്കാം. ആ കയറുമ്പോ പിടിച്ച് പതുക്കെ പോയേക്കാം. അയ്യവാ മത്തായി അല്ല എന്താ ഈശോയെ മത്തായി ഇതാ വരുന്നേ നിറയെ പോണോക്ക് ആഗ്രഹങ്ങളാണ്. ആ പോണ് ഇനി പോയിക്കോ, ഞാനേ ഇവിടുന്ന് വലിച്ചോ. ഇവിടെ സാധനം ഉണ്ട്. അവിടെ എത്തിട്ടാ നമ്മളെ വാളക്കുഞ്ഞുങ്ങൾ ചാടുന്നത്. പക്ഷെ എവിടെ പോയാലും എന്നെ ഞാൻ തിരിച്ച് വിളിച്ചു. എൻ്റെ അതിനുള്ള കയറാണിത്. കണ്ട ഈ കയറെടുത്ത് നമ്മളിങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ചങ്ങാടം അവിടെ തിരിച്ചെത്തും. ഇത് ചെറിയൊരു കുളമാണ് കേട്ടോ. വാള ചാടണണ്ട. കൊക്ക് പാവാണ്. അതിന് രക്ഷപ്പെടാനേ, പക്ഷെ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അവിടെ കുടുങ്ങിക്കാണ്. കൊക്കുണ്ട്, കൊറ്റിയുണ്ട്. ഇതിലേ രസം എന്താ അറിയോ, ഇപ്പം ഞാൻ ഈ സാധനം വലക്കെട്ടിൽ പോയി കഴിഞ്ഞാൽ റഷീദിൻ്റെ ഉള്ളിൽ പേടിക്കും. റഷ്യ ഞാൻ പോട്ടെ. അയ്യോ കൊക്ക് കുടുങ്ങിയ. കൊക്കിനെ പേടിപ്പിക്കണ്ടട്ടാ, പാവാണ്. വലിക്കാം. അതിനെ കരക്ക് കയറ്റാൻ പറ്റില്ലടാ. അത് പോയാ അയ്യവാ. ഓക്കെ വെരി ഗുഡ്. അത് രക്ഷപ്പെട്ടു പോയിരിക്കുന്നു. എന്താ എൻ്റെ സുഖം. ഇത് തൊട്ടെടുത്താൽ മതി, ഇവിടെ എത്തും. തൊട്ടെടുത്താൽ തന്നെ ഇങ്ങനെ പോരും. എങ്ങനെയുണ്ട് ഇത് കൊണ്ടായാലോ? അത് കലക്കും. ഇതിൻ്റെ ഉള്ളിൽ കണ്ണം വന്ന് ഇറക്കണ്ട കേട്ടാ. മേലെ അതിൻ്റെ അടുത്ത ഭാഗത്ത് ആ കുറ്റിയ, ചെറിയ കുറ്റിയതാ. ഈ ഒരു ചെറിയ പൊന്തതാ. അവിടെ അതിലുണ്ട്. ആ ഗ്യാപ്പിലുണ്ട്. താഴത്ത് അവിടെ അതിൻ്റെ കുറച്ച് മേലെ, അതിൻ്റെ മേലെ അതാ അതന്നെ കിട്ടിയില്ലേ? കാണിച്ചു കൊടുത്തോ. ഓക്കെ. അതിന് നമ്മൾ ആ ബക്കറ്റിലിട്ടാലും മതി. ബക്കറ്റിൽ കുറച്ച് വെള്ളമാക്കിയിട്ടേ അതിലിട്ടാലും മതി. ഈ കണ്ണമ്മീൻ്റെ പ്രത്യേകത എന്താ അറിയോ, ഇപ്പോൾ നമ്മൾ വെള്ളം അവിടുന്ന് നമ്മളെ കുളത്തുനിന്ന് അടിച്ചിട്ട് ഈ ചാലിക്കാണ് വിടുന്നത്. അപ്പോൾ ഈ ചാലിലുള്ള മീനൊക്കെ വെള്ളം എങ്ങോട്ടാണോ ഇറങ്ങി പോണത്, അതായത് എവിടെ നിന്നാണോ വെള്ളം വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് മീനുകൾ കയറും. അപ്പോൾ ഈ ചാലിന്ന് മീനുകൾ നേരെ ഇങ്ങോട്ട് കയറിട്ടാ. വെള്ളം ഏകദേശം എത്രയായി. ഇതാണിപ്പോൾ വെള്ളം കുറയണത്. ഇതാണ് നമ്മളെ നീളത്തിലുള്ള ചാല്. ഇതിൽ അത്യാവശ്യം ഒരു 100-300 കിലോ മീനെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബാക്കി നമുക്ക് നോക്കി വെക്കണം. വാങ്ങണ്ട, അവിടെയൊക്കെ വെള്ളം കുറഞ്ഞാണ് കേട്ടോ. ഏകദേശം ഈ ഹൈറ്റ് വരെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെള്ളം കുറഞ്ഞ് വരികയാണ്. ആ ഭാഗത്തൊക്കെ ഉണ്ടല്ലേ, അവിടെ നിന്നൊക്കെ വെള്ളം കുറഞ്ഞ് വരുന്നുണ്ട്. ഇതിൽ ഞങ്ങൾ ഏകദേശം ഒരു 1000 മീനിനെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പിടിക്കാൻ വിചാരിച്ചതല്ല സത്യത്തിൽ. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു മാർക്കറ്റ് വന്നപ്പോൾ നമ്മൾ കൊടുത്ത് ഒഴിവാക്കണതാണ്. കാരണം വരാലിൻ്റെ കാര്യം നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. നല്ല മാർക്കറ്റ് റേറ്റ് എപ്പോഴാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് കൊടുക്കണം. അതാണ് ഒരു മര്യാദ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് നേരെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ഇതിൽ നമ്മൾ വാളയുണ്ടാകും. ഇത് മൊത്തം വാളക്കൃഷിയാണ്. അപ്പോൾ ഇതിൽ നല്ല അത്യാവശ്യം സൈസായി കഴിഞ്ഞിട്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വലിയൊരു കുളമുണ്ട്. ഒരു 1.5 ഏക്കർ 2 ഏക്കറിനടുത്തുള്ളൊരു കുളമുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ അതിലേക്ക് ഇടും. അതാണ് നമ്മൾ പ്ലാനിങ്. ഇത് മൊത്തം വലയൊക്കെ ഇട്ടിട്ട് നമ്മൾ സെറ്റാക്കിയാണ്. ഇതിനുള്ളിലൊക്കെ ഈ ഇതുണ്ട് കേട്ടോ, നമ്മളെ കൊറ്റി ഇതിൻ്റെ ഉള്ളിലൊക്കെ വന്നിറക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ വറ്റിക്കാൻ പോണ ചാല് കേട്ടോ. അവിടെ മറ്റേ കൊണ്ട് റെഡി ആയാലേ. എന്താ പാട്? നല്ല പാട്. വെള്ളം കുറേ പറഞ്ഞില്ലേ? വെള്ളം അവരൊക്കെ മോട്ടറും കൂടെ എങ്ങനെ സെറ്റാക്കുകയാണെങ്കിൽ ഇവിടേക്ക് അടിച്ചിട്ടാലേ. ഞങ്ങൾക്ക് അവിടെ ആ കാണുന്ന മോട്ടോർ പേരയിൽ ഒരു മോട്ടറും കൂടെ ഉണ്ട് കേട്ടോ.
അതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തൊരു കുളമാണ്, അവിടെ ഒരു കുളം, വലിയ കുളമാണ്. അപ്പോൾ അവിടേക്കാണ് മോട്ടറുണ്ട്. പക്ഷേ കുറേ ആയിട്ട് കംപ്ലൈൻ്റ് അല്ലേ, കംപ്ലൈൻ്റ് അല്ല, ഉപയോഗിക്കലില്ല മോട്ടർ. അത് നമ്മൾ ആ മോട്ടർ നമ്മൾ റെഡി ആയി കഴിഞ്ഞാൽ ഇതിൽ വെള്ളം കുറവാട്ടാ. അതൊക്കെ 10 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് വെള്ളം നിറയും. നല്ല മോട്ടറാണ്. ഒരു സാധനം സെറ്റാക്കി ഇതിന് ഇനിയിപ്പോൾ ഏകദേശം ഒരു നെഞ്ഞോളം വെള്ളം ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് കഴിയും. ആ മോട്ടറും കൂടെ വെച്ച് കഴിഞ്ഞാൽ രക്ഷയോടുണ്ട്. അങ്ങോട്ട് കഴിഞ്ഞാൽ ഏകദേശം കഴിഞ്ഞ്. മീനോളം അവിടെയും ഇവിടൊക്കെ ചെറുതായിട്ട് പൊന്തുണ്ട്. ചാലല്ല ലെങ്താ ഉണ്ടോ? ചാല ഇവിടുന്ന് അതുവരെ നല്ല നീളമാണ്. ഈ വെള്ളത്തിൽ പാമ്പ് കിടക്കില്ല എന്ന് പറഞ്ഞവന്മാരെ ഒന്ന് കാണട്ടാ. ആരാ പറഞ്ഞത്? ഞാനൊരു അടിപൊളി സാധനം വെള്ളത്തിൽ കിടക്കുക കാണിച്ചു തരട്ടാ. ഒട്ടും പ്രതീക്ഷിക്കാതെ വേണ്ട ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു അതിഥി കയറി വന്നത്. അതിഥി കയറി വരാറിഞ്ഞാൽ തലനാരഴക്ക് രക്ഷപ്പെട്ടെന്ന് പറയാം. ഞങ്ങൾ അത്രയും നേരം വെള്ളത്തിലാണിരുന്നത്. അപ്പോഴൊന്നും ഈ സാധനത്തിന് ഞങ്ങൾ കണ്ടില്ല. ജസ്റ്റ് വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് കയറി ആ സമയത്താണ് ഈ സാധനം വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പൊന്തി വരുന്നത്. വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പൊന്തിയാണോ അതോ ഇനിയിപ്പോൾ ഇവിടെ വേറെ ഏതെങ്കിലും സൈഡിൽ ചാടിയിട്ട് നേരെ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ വന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പൊന്തിയാണോ എന്നറിയില്ല. എന്തായാലും പൊന്തിയത് ഏകദേശം ഞങ്ങളുടെ മുമ്പ് തന്നെയാണ്. സാധനത്തിനെ കണ്ടാ അങ്ങനെ ഇറങ്ങാൻ കഴിയില്ല. കയറും അങ്ങനെ ഇപ്പോൾ പഴയ കൂടെ ഇനി ഒന്ന് ഇളക്കി നോക്കാം. നിർത്തിയിട്ട് കാര്യമില്ലേ? അല്ല അതിൻ്റെ ഒപ്പം മീൻ നിൽക്കണോക്കാം അതിനെ അടിക്കാൻ വേണ്ടിയിട്ട്. പാമ്പല്ല, നീർക്കോലില്ലേ നമ്മളിവിടെ കുടിക്കുമ്പോൾ നമ്മൾ നാളെ പിടിച്ചില്ല, ഉണ്ണി വലിച്ചിട്ടില്ല. വെള്ളത്തിൽ കിടക്കുന്ന പാമ്പ. ഒന്ന് ഇളക്കി നോക്കാം. മേല് തട്ടിക്കണമെന്നില്ല. കേറുണ്ട് തന്നെ പോട്ടെട്ടാ. ഇളക്കിക്കോ. പോട്ടെ. പോട്ടെ. ഇളക്കി മേലട്ടിക്കണ്ടേ? പോയിക്കോട്ടെ. ഏയ് മേല് തട്ടിക്കല്ലേ, വെള്ളത്തിൽ കയറി. ഇടാ വയറ്റിലൊന്നുമില്ല. അത് നോക്കി മൂർഖനാണ് മൂർഖൻ. നമ്മൾ പിടിക്കണ കുളത്തിൻ്റെ ഇപ്പോൾ പിടിക്കണ ഈ ചാലിലാണ് ഈ സാധനം കിടക്കുന്നത്. എന്താല്ലേ അത് ചിലപ്പോൾ ഈ ചൂടായതുകൊണ്ട് ഇപ്പോൾ ഇറങ്ങി വന്നാവും. അല്ലാതെ ഇതിന് മുന്നേ വന്ന് കിടക്കാൻ ചാൻസ് ഇല്ല. അത് ചൂടാവുന്ന സമയത്ത് വന്ന് ഇതാവണാവും. എന്തായാലും അതിന് നമ്മളങ്ങോട്ട് ആട്ടി വിട്ടിട്ടുണ്ട്. പോയിക്കോട്ടെ. നമ്മളായിട്ട് ഇനിയിപ്പോൾ അതിനൊരു ദ്രോഹം ചെയ്യണില്ല. അപ്പോൾ പോയിട്ടുണ്ട്. ഇതാ നമ്മുടെ കുളം ഏകദേശം ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. വെള്ളം ഇത്രയും കുറഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഇവിടെ എത്ര വെള്ളം ഉണ്ടെന്ന് കാണിച്ചിടാം. ഇവിടെ കണ്ടോ, ഇവിടെ അത്യാവശ്യം നല്ല സ്പീഡായി. ഈ ചാട്ടനുണ്ടല്ലേ, നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ട്. ഇവിടെ ഞങ്ങൾക്കൊരു കാര്യം കാണിച്ചിട്ടില്ല. മീനുകൾ പാസ് ചെയ്ത് പോകണോ ചെയ്തിട്ടില്ല. ഈ വെള്ളം ഇങ്ങോട്ട് ഇറങ്ങണതനുസരിച്ചിട്ട് മീനുകൾ കയറും. ഞാനിവിടെ വന്നപ്പോൾ ഒന്ന് കണ്ടോ, മീനുകൾ കയറി പോകുന്നവർക്ക് വലിയ മീനുകളൊക്കെ കയറും.